വയസ്സാകട്ടെ 75 വയസ്സാകട്ടെ 20 വയസ്സാകട്ടെ ഏത് പ്രായക്കാർക്കുമുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം മുടി നരക്കുക എന്നുള്ളത്. അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. അത് നമ്മളുടെ ഡോക്ടർമാരെ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ചിലവർക്ക് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പം അങ്ങനെ വരാറുണ്ട്. വിറ്റാമിൻസിൻ്റെ കുറവ്, പിന്നെ നമ്മൾ ഹെൽമെറ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് വരാറുണ്ട് ഈ ഒരു നര. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ മാറ്റിയെടുക്കാം. നമ്മൾ പുറമേ മാത്രം തേച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ കൂടി ഇതുപോലെ ഉലുവയൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു പേരയിലയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാം, എന്നിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പുറമേ കുറേ തേച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെന്നാൽ മാത്രമേ നമ്മളുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയുള്ളൂ. അതുപോലെ തന്നെ മുടിയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കാം. നമ്മളുടെ മുടി കൊഴിച്ചിൽ, മുടി നരക്കാതിരിക്കാനൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക കേട്ടോ. ഞാൻ ലിസ്റ്റ് കൊടുത്തേക്കാം, അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എടുക്കേണ്ടത് കയ്യൂന്നിയാണ് കേട്ടോ. കയ്യൂന്നി നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചെടിയാണ്. ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഏത് പറമ്പിൽ നോക്കിയാലും കാണുന്ന ഒരു ചെടിയാണ് കയ്യൂന്നി. കയ്യൂന്നിയുടെ വേര് മുതൽ പൂ എല്ലാം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ കയ്യൂന്നി നമുക്കറിയാം, കുറച്ച് നേരം കയ്യിൽ നിരടി കഴിഞ്ഞാൽ തന്നെ ഒരു കറുപ്പ് കളർ വരും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ചെമ്പരത്തി പൂ. നമ്മളുടെ ഹെൽത്തിനാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ ചെമ്പരത്തി പൂ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പൂ തന്നെയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞ ഭാഗമൊന്നും എടുക്കരുത് കേട്ടോ, അതത്ര നല്ലതല്ല. നമുക്ക് അലർജി പ്രോബ്ലം, ഇറിറ്റേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. തലയോട്ടിൽ ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പിടി കയ്യൂന്നിയും ഒരു 10 നമ്മളുടെ ചെമ്പരത്തിയും കേട്ടോ എടുത്തേക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് വേണം അത്രത്തോളം എടുക്കുക. നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത്തിരി കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെമ്പരത്തിപ്പൂവും കയ്യൂന്നിയുടെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് മാത്രം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കുറേയൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അരഞ്ഞു കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത് അരഞ്ഞ് വരുമ്പോൾ തന്നെ ഇതൊരു കറുത്ത രീതിയിലായിട്ട് കറുത്ത കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ മാത്രം ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെറിയ ചെറിയ നരകൾ വരുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടി നരക്കാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നരച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നര ഇല്ലാതാവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിലേക്കും നമ്മൾ അതിനനുസരിച്ചുള്ള വിറ്റാമിൻസും ഒക്കെ കഴിച്ചാൽ മാത്രം, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഉള്ളിൽ കൂടി കഴിക്കണം. പുറമേ മാത്രം തേച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ നല്ല പിഴിഞ്ഞെടുക്കുക. ഇത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഇപ്പം നര വന്നില്ല എന്ന് വെച്ചൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് പോലും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ്. നര ഉള്ളവർ മാത്രം ഉപയോഗിക്കാമെന്നല്ല, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നര ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മുടി ഓട്ടോമാറ്റിക്കലി കറുത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച വളരെ സൈഡ് എഫക്റ്റ് ആണ്. നമ്മളെ തലയോട്ടി നേർത്തു പോകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡിന് ഭയങ്കര വിലയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഓർഗാനിക് ഫ്ലാക്സ് സീഡ് വാങ്ങുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അത് ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉലുവയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരിയ ചൂടോടുകൂടി നമ്മളുടെ ചെമ്പരത്തിപ്പൂ ആട്ടെ, കയ്യൂന്നി ആട്ടെ, ഫ്ലാക്സ് സീഡ് ആകട്ടെ, നമുക്ക് നമ്മളുടെ മുടി നല്ല കരുത്തോടുകൂടി വളരുവാനും മുടി കൊഴിച്ചിൽ മാറുവാനൊക്കെ സഹായിക്കുന്നതാണ്. ഫ്ലാക്സ് സീഡ് ഉള്ളിൽ കഴിച്ചാലും വളരെ നല്ലതാണ്. അത് നമ്മളുടെ ഹെൽത്തിനനുസരിച്ച് കഴിക്കാവുള്ളൂ. എന്തൊരു സാധനവും നമ്മൾ കുറേയൊന്നും കഴിക്കാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ എല്ലാ ദിവസവും നമ്മൾ ഫ്ലാക്സ് സീഡ് കഴിച്ചാൽ വളരെ നല്ലതാണ്. നേരിയ ചൂടിൽ നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിളക്കൊന്നും വേണ്ട, നമ്മൾ ഇതുപോലെ നേരിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ഇതും കൂടെ ആ ഒരു ജെല്ലി രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ.
ഒരു ജെല്ലി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിത് ചെയ്ത് അപ്പം തന്നെയല്ല, ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അരിച്ചെടുക്കണം എന്നുള്ളവർ അരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. നല്ലതുപോലെ കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. ചെമ്പരത്തിപ്പൂ ഉള്ളത് കൊണ്ട് തന്നെ തലയിലുള്ള അഴുക്കുകളെല്ലാം പോകുവാനും അതുപോലെ തന്നെ ഫ്ലാക്സീഡും അതുപോലെ നമ്മളെ കയ്യൂന്നിയും നമ്മളുടെ മുടി നല്ല രീതിയിൽ കരുത്താകാനും കറുപ്പാകാനും കരുത്തോടു കൂടി വളരുവാനും സഹായിക്കുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ തലയോട്ടിയിലാണ് നമ്മളിത് തേച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ. നമ്മൾ മുടിയേക്കാൾ കൂടുതൽ നമ്മളുടെ തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നിന്നാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾ 3 ദിവസം ആഴ്ചയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്കുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ചെയ്ത് വെച്ചു നമ്മൾ ചെയ്തിട്ട് മാറ്റി വെക്കാണ്ട് നമ്മൾ ഇടുമ്പം അപ്പം ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് അപ്പം തന്നെ ഇടുക കേട്ടോ. അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തലയോട്ടിൽ ഇത് തേച്ച് പിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ അതുപോലെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാവും. നല്ല കട്ടിയുള്ള കരുത്തുള്ള നല്ല കറുപ്പായിട്ടുള്ള മുടിയായിട്ട് വരുന്നതാണ്. നരയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. കെമിക്കൽ ഹെയർ ഡൈ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നര കൂടിക്കൂടിയേ വരികയുള്ളൂ, കുറയുകയില്ല. അത് കൂടിക്കൂടി വന്ന് നമ്മൾ മുടി ഫുള്ള് നരക്കുന്നതാണ്. അപ്പോൾ നല്ല സിൽക്കി നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു ഹെയർ ഡൈ ചെയ്ത് നോക്കിയാലോ. അതിന് നമുക്ക് വേണ്ടത് നമ്മളുടെ ഉലുവയാണ് കേട്ടോ. അടുക്കളയിൽ എന്നും എപ്പോഴും നമ്മളുള്ള ഉലുവയാണ് ഞാൻ എടുക്കുന്നത്. ഉലുവ നമുക്ക് കറി താളിക്കുവാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മളെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ എല്ലുകൾക്കും സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിനു മുമ്പ് കുറേ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വിശദമായൊന്നും പറയുന്നില്ല. ഒരു പഞ്ഞി ഇതുപോലെ എടുത്തിട്ടുണ്ട്, കോട്ടൺ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു പിടി നമ്മളുടെ ഉലുവ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരിയതായിട്ട് മാത്രം കോട്ടൺ വെക്കാവുള്ളൂ, കട്ടിയിലൊന്നും വെക്കരുത്. നമ്മളുടെ ഉലുവയാണ് കൂടുതൽ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. മൺപാത്രമാണെങ്കിൽ കൂടുതൽ നല്ലത്. സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം മൺപാത്രമാണെങ്കിൽ അങ്ങനെ വരില്ല. പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ നമ്മളുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ തേച്ചിരുന്നത് നല്ലെണ്ണയാണ്. മുടിക്ക് നല്ല കരുത്ത് കിട്ടുവാനും നീട്ടം വയ്ക്കുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുവാനും നല്ലൊരു തണുപ്പാണ് ഈ ഒരു നല്ലെണ്ണ നെറുകയിൽ തേച്ച്. പണ്ട് കാലങ്ങളിൽ നെറുകയിൽ തേച്ചിട്ട് നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യും. നല്ല എന്താ പറയുക, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു നല്ലെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കുതിരുന്ന രീതിയിൽ നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എഫക്റ്റ് കിട്ടിയില്ല. നല്ലെണ്ണ ആകുമ്പോൾ നല്ല ഹെയർ ഡൈ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കാനും സ്പ്രെഡായി പോകാണ്ടിരിക്കാനൊക്കെ സഹായിക്കും. നല്ലതുപോലെ തന്നെ അത് മുടിയിൽ പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് ആണെങ്കിൽ അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അതുപോലെ മുടിക്കും വളരെ നല്ലതാണ് നല്ലെണ്ണ. അപ്പോൾ നമ്മൾ ഉലുവയും നല്ലെണ്ണയൊക്കെ കൂടി നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു 10-15 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് കിട്ടിയിരിക്കുന്ന കരിയൊന്ന് നോക്കിക്കേ, നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞ ആ ഒരു ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചിരണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് നമ്മൾ തൊട്ട ഭാഗങ്ങളൊക്കെ പോകുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു പൊടി എടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് പെട്ടെന്നൊന്നും പോവില്ല. നമ്മൾ മുടിയിൽ നല്ല കറുത്തിരിക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ നമ്മൾ സ്പ്രെഡായി പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു സൂത്രം കൂടി ചെയ്യാം. നമ്മൾ വിറ്റാമിൻ ഇ ഗുളികയിലെ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കരി കൂടി ഇട്ട് കൊടുത്തിട്ട് അലുവേര ജെല്ലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ മുടി നരച്ചേക്കുന്നത് അവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് സ്പ്രെഡായി പോകുകയോ പെട്ടെന്ന് നമ്മൾ കഴുകിയാലൊന്നും പോകുകയൊന്നുമില്ല, നല്ലപോലെ തന്നെ ഇരിക്കുന്നതാണ്. ചെറിയ ചെറിയ നരകൾക്ക് ഇതുപോലെ ചെയ്ത് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ജെല്ലും കൂടെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നര പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നര കൂടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഹോം റെമഡീസ് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.